ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ രേവൂസിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്ക് ബലൂൺ വീർപ്പിക്കൽ ചടങ്ങിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ അമ്മാമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേക്ക് മേടിക്കാൻ പോകാം. അതൊരു ടാസ്ക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മേളിൽ കൊണ്ടുപോകണം. അവിടെ ആയിരുന്നു നമ്മൾ കേക്ക് മുറിക്കുന്നത്. അങ്ങനെ അതേ ബലൂണൊക്കെ കൊണ്ടിട്ടപ്പോഴത്തേക്ക് ഒരുത്തി അതിൻ്റെ ഇടയ്ക്ക് നടന്ന് കളിക്കുക കേട്ടോ. ബലൂണൊക്കെ ഓരോന്നെടുത്ത് പിന്നെ ഓരോന്ന് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറൊക്കെ വെച്ച് മാമി അവിടെ ബലൂണൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ഞാനും കെട്ടിക്കൊടുക്കുന്നുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? അതിൻ്റെ ഇടയ്ക്ക് ഓരോ ബലൂണൊക്കെ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. അത് ഒട്ടിക്കുമ്പം എന്നാലും സാരി നമ്മളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ രേവൂസ് ഒരുങ്ങാൻ പോവുക കേട്ടോ. ദേ നമ്മുടെ സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ബോ വെക്കാൻ അവൾ സമ്മതിക്കുന്നേ ഇല്ല. അവൾ ഊരി കളയായിരുന്നു. പിന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞ് വെപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് മേലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ എടുത്തു. നമ്മൾ അതിൻ്റെ കൂടെ 2-3 കപ്പ് കേക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തീമെന്ന് പറയുന്നൊരു റെഡ് തീമായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് 2 ടയർ ആയിരുന്നു കേട്ടോ. വലിയ ബോക്സ് ആയിരുന്നേ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നമ്മുടെ ചിഞ്ചുമോളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കേക്ക് മുറിക്കുകയാണ്. അങ്ങനെ മാമിയും രേവൂസും കൂടി ഇരുന്ന് കേക്ക് മുറിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അവൾ തന്നെ വായി വെച്ച് കൊടുത്തേ. എന്നിട്ട് അവൾ ക്രീമൊക്കെ ആട്ടോ കൂടുതലും തിന്നുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഓരോ പീസ് കേക്കൊക്കെ കൊടുത്തിട്ട് നല്ല കേക്കായിരുന്നു കേട്ടോ. വാനിലയായിരുന്നു ഫ്ലേവർ. അധികം മധുരമൊന്നും ഇല്ലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും കഴിച്ചു. നമ്മുടെ ചിഞ്ചുമോളെ കണ്ടോ ഗൈസ്, അവൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾക്കും ഇഷ്ടപ്പെട്ടു കേക്ക്. അവളും നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രേവൂസിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാറായി. മാമൻ്റെ ഗിഫ്റ്റായിരുന്നു കേട്ടോ. അതായത് രേവൂസിൻ്റെ അച്ഛൻ്റെ ഒരു ഓറഞ്ച് കാറ്. എനിക്കും കയറിയിരുന്ന് ഓടിക്കാൻ പറ്റുന്നൊരു കാറായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്തുനിന്ന് കാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ അവളൊരു തുണി മൂടിയിട്ട് സർപ്രൈസ് ചെയ്യാനായിരുന്നു. അങ്ങനെ എൻ്റെ ഗിഫ്റ്റ് ഞാൻ അവൾക്ക് കൊടുത്തു. ഒരു പാവയും മറ്റേ ബ്ലോക്സില്ലേ കളിക്കുന്നത് അതുമായിരുന്നു കേട്ടോ. അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു ഷൂ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ലൈറ്റ് കത്തുന്ന ഷൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കാർ അവളെ കാണിക്കാറായിട്ടുണ്ട്. തുണി മാറ്റാൻ പറഞ്ഞപ്പോൾ അവൾ മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവളുടെ ഇരുത്തി നോക്കാം. അങ്ങനെ തുണിയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അവൾ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞിട്ടോ കാറെന്ന്. പിന്നെ അവളെ അതിലിരുത്തി ഓടിച്ചു. കുറച്ച് അതിലിരുന്നപ്പോഴത്തേക്ക് അവൾ കരഞ്ഞു കേട്ടോ. അവൾക്ക് പേടിയായി. പിന്നെ ഞാനും കൂടെ അവളുടെ കൂട്ടത്തിൽ കയറിയിരുന്നു, ഓടിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അന്നേരം കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചു അവൾ കരഞ്ഞപ്പം. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.